ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുവോ അതിനൊക്കെ ഉത്തരവാദി അയൽരാജ്യമായ നമ്മുടെ ഭാരതമാണ് എന്നാണ് ഇന്ന് ബംഗ്ലാദേശിൽ പലരും വിശ്വസിക്കുന്നത്. രാജ്യത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ പ്രധാനമായും ലോക്കൽ മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ കേന്ദ്രീകരിച്ച് ഇതിന്റെയൊക്കെ പിന്നിൽ ഇന്ത്യയുടെ കൈകളാണെന്ന് പറഞ്ഞ് ഇന്ത്യക്കെതിരെ മനഃപൂർവ്വമായി ഡിസ്ഇൻഫർമേഷൻസ് പരത്തുവാനുള്ള ഒരു ട്രെൻഡ് ഇന്ന് ബംഗ്ലാദേശിലുടനീളം നമുക്ക് കാണാം. ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ വലിയൊരു വെള്ളപ്പൊക്കത്തിന്റെ പിടിയിലാണ്. ഏകദേശം 30 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും ചിലരുടെ മരണത്തിനും ഇടയാക്കിയ ഈ ദുരന്തം ഇപ്പോൾ ഇന്ത്യ കാരണമാണ് ഉണ്ടായതെന്നാണ് ബംഗ്ലാദേശികൾ പറഞ്ഞു പരത്തുന്നത്. ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ചില ഡാമുകളിൽ നിന്നും മനഃപൂർവ്വമായി വെള്ളം തുറന്നുവിട്ടതുകൊണ്ടാണ് വെള്ളപ്പൊക്കമുണ്ടായത് എന്ന വാർത്ത രാജ്യത്തുടനീളം പരന്നതോടെ ബംഗ്ലാദേശിൽ സ്ഥിതിഗതികൾ അങ്ങേയറ്റം വഷളായിരിക്കുകയാണ്. അവസാനം ഇതിനൊക്കെ മറുപടിയുമായി ഇന്ത്യ ഗവൺമെന്റിന് തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്ത് വരേണ്ടിയും വന്നിരിക്കുകയാണ്. ഈ സംഭവിക്കുന്നത് എല്ലാം ഒരു സൂചനയാണോ? മറ്റൊരു അയൽരാജ്യം കൂടി ഇന്ത്യയുടെ എതിർപ്പാളയത്തിൽ അണിചേരുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണോ? നമുക്ക് നോക്കാം. ബംഗ്ലാദേശിനൊപ്പം വലിയൊരു ലാൻഡ് ബോർഡർ പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമായ ത്രിപുരയുടെ കിഴക്കൻ മേഖലകളിൽ ഉത്ഭവിച്ച് രാജ്യാതിർത്തിയും താണ്ടി ബംഗ്ലാദേശിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഗുംതി നദി, ഇതിനു കുറുകെ 1974 ഇന്ത്യ നിർമ്മിച്ച ഡുംബൂർ ഡാം, അതായത് നമ്മുടെ ഇടുക്കി ഡാമൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ നിലവിൽ വന്ന ഈ ഡാം വലിപ്പം കൊണ്ട് തീരെ ചെറിയ വെറും 30 മീറ്റർ മാത്രം ഉയരമുള്ള ഒരു നിർമ്മിതിയാണ്. എന്നാൽ ബംഗ്ലാദേശിലെ പ്രമുഖ ജനവാസ മേഖലകളായ ഫെനി, നോക്കാലി, ലക്ഷ്മിപൂർ, കോമില്ല, ചിറ്റഗോങ് തുടങ്ങിയ ഭാഗങ്ങളെ ഫലഭൂയിഷ്ടമാക്കുന്ന ഈ നദിയുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ത്രിപുരയുടെ തെക്കുപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലുണ്ടായ മഴയുടെ അളവ് ഇത്തവണ വളരെ കൂടുതലായതിനാൽ ഈ നദിയിലെ ജലനിരപ്പ് ക്രമേണ വർദ്ധിക്കുകയും നദീതീരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിലെ ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാകുന്നത് ഇത് ആദ്യമായൊന്നുമല്ല. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ ഡാം നിലവിൽ വന്നതിന് ശേഷമാണ് ഈ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്നതിന്റെ ഫ്രീക്വൻസി മുമ്പത്തെ അപേക്ഷിച്ച് കുറഞ്ഞത് എന്നും നമുക്ക് കാണാം. എന്നാൽ ഇന്ത്യ മുന്നറിയിപ്പുകളൊന്നും കൂടാതെ മനഃപൂർവ്വമായി ബംഗ്ലാദേശിനെ വെള്ളത്തിനടിയിലാക്കുവാനായി ഈ ഡാമിനെ തുറന്നുവിട്ടു എന്നാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ മുഴുവൻ പ്രചരിക്കുന്നത്. ഇതേ തുടർന്ന് ഇവരുടെ ലോക്കൽ മീഡിയാസിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ചില വാർത്തകൾ കൂടി കണ്ടാൽ ഏതൊരു ഇന്ത്യക്കാരന്റെയും ചോര തിളയ്ക്കും. അത്രയ്ക്ക് അഗ്രസീവായ രീതിയിലാണ് ഇവർ ജനങ്ങളിൽ ആന്റി ഇന്ത്യ സെന്റിമെന്റ്സിനെ പരത്തുവാൻ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ ചിക്കൻ നെക്കിനെ ബ്ലോക്ക് ചെയ്ത് 7 സിസ്റ്റേഴ്സിനെ പിടിച്ചെടുക്കണമെന്ന് വരെ ഇവർ സോഷ്യൽ മീഡിയാസിലൂടെ വൻതോതിൽ ആഹ്വാനം ചെയ്യുന്നു. മാത്രമല്ല ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന മുൻ PM ഷെയ്ഖ് ഹസീനയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യ ഇത്തരത്തിൽ വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത് എന്നുവരെ ഇവർ പ്രചരിപ്പിക്കുന്നു. പ്രശ്നം അല്പം ഗ്ലോബലൈസ്ഡ് ആകുവാൻ തുടങ്ങിയതോടെ ഇന്ത്യ ഗവൺമെന്റിന് ഇതിൽ നേരിട്ട് തന്നെ ഇടപെടേണ്ടി വന്നു. നമുക്ക് കാണാം ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പുറത്തുവിട്ട നോട്ടിഫിക്കേഷൻ. മീഡിയാസിൽ പരക്കുന്ന ഇത്തരം വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ ഇവിടെ വ്യക്തമായി പറയുന്നു. ബംഗ്ലാദേശിലെ ജനങ്ങളിൽ ഇന്ന് ഇന്ത്യ വിരുദ്ധ വികാരം, ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് വളരെയധികമാണ്. ലോകരാജ്യങ്ങളൊക്കെ നിഷേധിച്ചപ്പോഴും ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം കൊടുത്തു. ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സുരക്ഷിതയാണ് എന്നത് തന്നെയാണ് പ്രധാന കാരണം. ഈ ഇഷ്യൂ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിനകം തന്നെ ബംഗ്ലാദേശിലെ നിരവധി പൊളിറ്റിക്കൽ പാർട്ടികളും ഇതിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP ഇപ്പോൾ എക്സ്ട്രഡീഷൻ ട്രീറ്റിക്കുള്ളിൽ ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്ന എക്സ്ട്രഡീഷൻ ട്രീറ്റി നിലവിലുള്ളതിനാൽ വിചാരണ നടത്തുവാനായി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുവാൻ ഇന്ത്യ ലീഗലി നിർബന്ധിതരാണ് എന്നും ഇവർ വാദിക്കുന്നു. അഥവാ എങ്ങാനും ഷെയ്ഖ് ഹസീനയെ ഇപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശിന് വിട്ടുകൊടുക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെ സംഭവിച്ചാൽ ഷെയ്ഖ് ഹസീന എന്ന അധ്യായം അതോടുകൂടി അവിടെ അവസാനിക്കുകയായി. പിന്നീട് അവർ ജീവിതത്തിൽ പുറം ലോകം കാണുകയില്ല. കാരണം തിരിച്ചെത്തുന്ന ഇവരെ കാത്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീന പണ്ട് സൂചിപ്പിച്ചിട്ടുള്ള ആ നിഗൂഢമായ വൻ ലോകശക്തിയാണ്. ഇതേപ്പറ്റി നാം ഇതിനു മുമ്പത്തെ ഈ വീഡിയോയിൽ ഓൾറെഡി ചർച്ച ചെയ്തതാണ്. എന്നാൽ ഇവിടെ ബംഗ്ലാദേശികൾക്ക് അവരുടെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 2013 നിലവിൽ വന്ന എക്സ്ട്രഡീഷൻ ട്രീറ്റിയിൽ 2016 ഒരു ചെറിയ മാറ്റം വരുത്തിയിരുന്നു എന്നത്. പുതിയ ട്രീറ്റി അനുസരിച്ച് പൊളിറ്റിക്കൽ ഫിഗേഴ്സിനെ, രാഷ്ട്രീയക്കാരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അതായത് 2016 അമെൻമെന്റ് അനുസരിച്ച് നാളെ ഒരു രാഷ്ട്രീയക്കാരൻ ഇത്തരത്തിൽ മറ്റു രാജ്യത്ത് അഭയം പ്രാപിച്ചാൽ ഈ ട്രീറ്റിയുടെ പരിധിയിൽ അവർ വരികയില്ല. പൊളിറ്റിക്കൽ അസൈലം സീക്കേഴ്സിനെ ഇരു രാജ്യങ്ങളും ഈ ട്രീറ്റിയുടെ പരിധിയിൽ കൈമാറേണ്ട ആവശ്യമില്ല എന്ന്. അതിനാൽ ഇക്കാര്യത്തിൽ ധൈര്യമായി തന്നെ ഇന്ത്യക്ക് ഇപ്പോൾ പറയാം, ഷെയ്ഖ് ഹസീന തൽക്കാലം ഇന്ത്യയിൽ തന്നെ
ഉണ്ടാകും. ഇതിനെതിരെ നിയമം പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യുവാനായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന്. കാലവർഷം ഒന്ന് ശക്തമായപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബംഗ്ലാദേശിലെ നിലവിലെ സ്ഥിതിഗതികൾ മുന്നോട്ടു പോകുന്ന ആ രീതി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് മേൽ ഇനിയും ഇവർ ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കാരണം ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ അത് വരും ദിവസങ്ങളിൽ അടിമുടി തകിടം മറിയുവാൻ പോകുകയാണ്. കയറ്റുമതിയും തൊഴിലവസരങ്ങളും എല്ലാം രാജ്യത്ത് വരും നാളുകളിൽ ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാം. ബംഗ്ലാദേശ് ഇക്കണോമിയുടെ നെടും തൂണായ ഇവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രമുഖ വിദേശ ബ്രാൻഡുകളെല്ലാം രാജ്യത്ത് നിലവിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയെ തുടർന്ന് ഇപ്പോൾ പുൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഷെയ്ഖ് ഹസീനയിൽ പല കുറവുകളും ഉണ്ടാകും. എന്നാൽ ഇവരുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് എന്ന രാജ്യത്തിനുണ്ടായ പുരോഗതി, കയറ്റുമതിയിലുണ്ടായ കുതിച്ചുചാട്ടമെല്ലാം ബംഗ്ലാദേശിനെ ലോകത്തിന്റെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റിയെടുത്തിരുന്നു. ലേബർ ചാർജ് വളരെ കുറവായതിനാൽ ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ 4000-5000 രൂപയ്ക്കൊക്കെ ഈസിയായി വിറ്റുപോകുന്ന തുണിത്തരങ്ങളെല്ലാം നിസാരം 400-500 രൂപയ്ക്ക് വരെ ബംഗ്ലാദേശിൽ നിന്നും നിർമ്മിച്ചെടുക്കുവാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഈ കമ്പനികളെല്ലാം ഇപ്പോൾ പിൻവാങ്ങുകയാണ്. കാരണം പെട്ടെന്ന് എപ്പോഴാണ് എല്ലാവരും പണിമുടക്കുകയോ കൊടിപിടിക്കുവാൻ പോകുകയോ ഒക്കെ ചെയ്യുന്നത് എന്നറിയില്ല. അൺസ്റ്റേബിൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കാരണം ഇമ്പോർട്ട് എക്സ്പോർട്ട് മുടങ്ങുകയോ ഡിമാൻഡിനെ സമയത്ത് പൂർത്തീകരിക്കാനാകാതെ വരികയോ ഒക്കെ ചെയ്താൽ ഈ കമ്പനിക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നഷ്ടമാവും ഉണ്ടാകുക. അതിനാൽ ഈ ടോപ്പ് ബ്രാൻഡ്സ് എല്ലാം ബംഗ്ലാദേശിൽ നിന്നും പതിയെ പുൾ ഔട്ട് ചെയ്യുകയാണ്. ഇതിന്റെയും പഴി ഇന്ത്യക്ക് മേൽ വരുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് പറയുവാനുള്ള കാരണം ഈ പുൾ ഔട്ട് ചെയ്യുന്ന ഫാഷൻ ബ്രാൻഡുകളെല്ലാം ബംഗ്ലാദേശ് വിട്ട് നേരിട്ട് ഇന്ത്യയിലേക്കാണ് വരുന്നത്. അതിനാൽ തന്നെ നമുക്ക് കാണാം ഈ ദിവസങ്ങളിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലെ സ്റ്റോക്കുകളെല്ലാം ഇന്ത്യൻ മാർക്കറ്റിൽ കുതിച്ചു വാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ബംഗ്ലാദേശിലെ ആളുകൾക്ക് ഇതേപ്പറ്റി തൽക്കാലം വലിയ ധാരണയൊന്നുമില്ല എങ്കിലും വർഷങ്ങളായി ആന്റി ഇന്ത്യ സെന്റിമെന്റ്സ് പരത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി മീഡിയാസ് ബംഗ്ലാദേശിൽ സുലഭമായതിനാൽ രാജ്യത്ത് ഇവരുടെ തൊഴിലവസരങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെടുന്നു, നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്തുകൊണ്ട് പൊടുന്നനെ വർദ്ധിക്കുന്നു, കറൻസി എന്തുകൊണ്ട് കൊളാപ്സ് ആകുന്നു എന്നൊക്കെ അവർ ഈസിയായി മാനിപ്പുലേറ്റ് ചെയ്ത് ജനങ്ങളിലേക്ക് അങ്ങ് എത്തിച്ചോളും. ഇതോടെ സ്വാഭാവികമായും ബംഗ്ലാദേശിലെ ജനങ്ങൾ വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയുവാനും ഇടയാകും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം ഇന്ത്യ ബംഗ്ലാദേശ് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യങ്ങളിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു തവണ ഒരു മുറിവ് സംഭവിച്ചാൽ അത് പിന്നീട് ഉണങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഭരണകർത്താക്കളും പൊളിറ്റിക്കൽ പാർട്ടീസുമെല്ലാം അതിനെ പെട്ടെന്നങ്ങ് മറന്നേക്കാം. എന്നാൽ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾക്ക് അതിനെ അങ്ങനെ പെട്ടെന്ന് മറക്കുവാനുള്ള ഒരു വൈദഗ്ധ്യം ഉണ്ടായിരിക്കില്ല. അതിനാൽ തന്നെ പിന്നീട് ഇതിനെയൊക്കെ തിരുത്തുക എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഭാവിയിൽ ഈ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇന്ത്യക്ക് നന്നേ പാടുപെടേണ്ടി തന്നെ വന്നേക്കാം. എങ്കിലും നിർണായക ഘട്ടങ്ങളിലെന്നും വളരെ പക്വതയാർന്ന ഡിസിഷൻ മേക്കിംഗ് കൊണ്ട് ലോകരാജ്യങ്ങളെല്ലാം ഇന്ന് അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് തങ്ങളുടെ വിദേശ നീതിയിൽ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ആൻഡ് ഇന്റർനാഷണൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കാണും വരേക്കും ഏവർക്കും ജയ് ഹിന്ദ്.